ഹായ്, സുഖല്ലേ? നമ്മളെ ഓന്തുഗോപാലല്ലേ, ആരെ മാരാറേ, പുള്ളിക്കാരപ്പം എന്താ പറയണ അറിയോ? പണ്ട് പറഞ്ഞത് തൃക്കാക്കരയില് ഞാൻ ചോദിച്ചു വാങ്ങിയ സീറ്റാണ്. എന്തിനാ അറിയോ നമുക്ക്? ഇല്ല, തൃക്കാക്കരക്കാരെ മുഴുവൻ രക്ഷിക്കാൻ അത് ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് എന്നാ പറഞ്ഞിരുന്നു. ഇപ്പൊ എന്താ പറയണ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചന്ദ്രശേഖരൻ ഏത് അയാള് ഞാൻ മറന്നു പോയതാട്ടോ എന്ന് പറഞ്ഞു. എവിടെയും സീറ്റില്ല, ഞാൻ നിന്റെ കാര്യം മറന്നു പോയതാണ്. അങ്ങനെ തൃക്കാക്കര സീറ്റ് കൊടുത്തു എന്നാണ് പറയുന്നത്. അന്ന് പറഞ്ഞത് ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് തൃക്കാക്കരക്കാരെ രക്ഷിക്കാനെന്നാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്ത്? ഞാൻ ഈ 2020 മത്സരിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ എൻ്റെ കൂട്ടുകാരും ഉണ്ടൂല, അച്ഛൻ ഉണ്ടൂല, പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ആളുകളും ഉണ്ടൂല, മുഴുവൻ തെറിവിളിയാ. എന്താണെന്നറിയില്ല. അതായത് ഇവൻ ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല സംഖ്യ ആയിട്ടാണ് ഇത്രയും തെറി വിളി എന്നുള്ളത്. ഒരു കാലത്ത് ജനൻ ടി വിക്ക് പേടിയുള്ള ഒരാളായിരുന്നു ഇവന്. കാരണം അങ്ങനെ വാദിച്ചോൻ ജയിച്ചിരുന്നു. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല, എല്ലാവർക്കും ഒരു കോമാളിയായി മാറിക്കോന്. അപ്പോൾ ഓൻ എന്ത് ചെയ്തു? 20 ലക്ഷം രൂപക്ക് വാങ്ങിയ ബൈക്ക് 10 ലക്ഷം രൂപക്ക് ഞാൻ വിറ്റു. എന്താ? BJP-ക്കാർ സഹായിച്ചില്ല. പിന്നെ ഇലക്ഷൻ ഇറങ്ങണ്ടേ, സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവെടുത്തോളാന്നും പറഞ്ഞിട്ട് പോയി സീറ്റ് വാങ്ങിക്കുക, അത് ഉമ്മാരി ഒരു പാർട്ടിയിൽ. ഇപ്പൊ എന്താണ്? ആർക്കും പട്ടിയുടെ വില ഇല്ലാതെയായി. അപ്പൊ ഓൻ പറയണത് എനിക്ക് രാഷ്ട്രീയമൊന്നും ആവശ്യമില്ല, എനിക്ക് ഒരാളുടെ പിന്തുണയും ആവശ്യമില്ല, ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടായാലും ഞാൻ ജീവിക്കും, അതൊന്നും എനിക്ക് പ്രശ്നമില്ലാന്ന്. ഇവറിങ്ങിയ സിനിമ എത്ര എണ്ണാണ് ഹിറ്റ് അയക്കണേ അല്ലേ? ഇവിടെ സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമയുടെ പേര് ചോദിച്ചാൽ ഒരാൾക്കോ രണ്ടാൾക്കെങ്കിലും തിരിച്ചറിയാൻ കഴിയും. അതുപോലെ ഇവന്റെ സിനിമയുടെ പേര് അറിയണോ? ആരെങ്കിലും ഒരാളെ കമന്റ് ഇട്ടാ ഒന്ന് കാണട്ടെ. വെറുതെ അവിടെ ഇവിടെയും പോയി സെർച്ച് ചെയ്യണ്ട എന്ത് ഇവൻ അഭിനയിച്ച സിനിമയുടെ പേരെന്താന്നുള്ളത്. അങ്ങനെ എല്ലാവർക്കും കിട്ടും. അല്ലാതെ ആർക്കെങ്കിലും അറിയും? ഏതെങ്കിലും സിനിമയിൽ ഇവനെ നേരത്തെ കണ്ടുക്കണോ? ഒരു സിനിമയിൽ ഒരു കള്ളിത്തുണി എടുത്തിട്ടുണ്ട്, ഗുണ്ടനെ തല്ലാനെന്നും പറഞ്ഞിട്ടോ. അയ്യോ, ആ എക്സ്പ്രഷനൊക്കെ പാടെ കണ്ടാണ്ടല്ലോ ഒറ്റ തള്ള സഹിക്കൂല. എന്നിട്ട് ഇപ്പൊ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ BJP-യുടെ അവസ്ഥ എന്താന്ന് എല്ലാവർക്കും അറിയും. അതായത് അവിടെ നിൽക്കുമ്പോൾ ഓനെ വാനോളം പുകഴ്ത്തും. ഓനെ BJP-ക്ക് ഒരു നേട്ടം ഇല്ലാത്ത ഒരാളാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ എടുത്ത് തുപ്പും. പിന്നെ അതിലെ ഒരു സാധാ മെമ്പർ പോലും തിരിഞ്ഞു നോക്കൂല. അത് BJP-ക്കാരുടെ മുഴുവൻ അവസ്ഥയാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും ഓൻ അവിടെ പോയി അങ്ങോട്ട് കാശ് ഓഫർ ചെയ്തിട്ട് പിന്നെ സീറ്റ് മേടിച്ചു. എന്നിട്ട് അവസാനം പുഷ്പം പോലെയാണ് തോറ്റു. അതിൻ്റെ ഇടയിൽ കൂടെ കുറെ വെല്ലുവിളിയൊക്കെ നടത്തിയെന്ന് ഓർമ്മയില്ലേ? ഏത് റിപ്പോർട്ട് ചാനലിൽ അരുൺകുമാർ ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന വാർത്ത നിങ്ങൾ കേൾക്കുന്നു. അതുകൊണ്ട് എന്തായി? ആ ഊക്കും കൂടി ചോദിച്ചാണ് വാങ്ങി. എന്തായാലും ഇപ്പൊ ഓൻ പറയുന്നത് ഞാനൊന്ന് കേൾപ്പിച്ചരാം, ഒന്ന് കേട്ടോക്കാം. എൻ്റെ അച്ഛൻ അന്ന് മുതൽ എൻ്റെ അടുത്ത് മിണ്ടിയിട്ടില്ല. ജമൈക്കര കോൺഗ്രസ്സുകാരനാണ്. എൻ്റെ പല സുഹൃത്തുക്കളും ഞാനുമായിട്ടാകുന്നു. പലരും ഞാൻ എടുത്ത തീരുമാനത്തോട് വിയോജിച്ചു. സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ അതിശക്തമായ നെഗറ്റീവ് ക്യാമ്പയിൻ നടക്കുന്നു. എന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാർ പലരും തെറി വിളിക്കുന്ന സാഹചര്യം. ഞാൻ ഒരു മതേതര മൂല്യത്തോടു കൂടി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ 2020 പോകുന്നത് തന്നെ. പക്ഷേ ഇതിനെ തുടർന്ന് എനിക്ക് വരുന്ന സൈബർ അറ്റാക്ക് കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിന് അറിയാം. അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഇതിനെല്ലാം മറുപടി കൊട്ടാരക്കര വഴി കൊടുക്കണം. ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് കൊട്ടാരക്കരയിൽ സീറ്റില്ല എന്ന് ഞാൻ അറിയുന്ന ഫെബ്രുവരി 25-ാം തീയതിയാണ്. രാജീവ് ചന്ദ്രശേഖരനെ അതിനുശേഷം ഞാൻ നേരിട്ട് കാണുന്നു. അതായത് അദ്ദേഹം എറണാകുളത്ത് വരുന്ന സമയത്ത് അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കേട്ടില്ലേ, മറന്നതാ. അമ്മാരിത്തെ ആളല്ലേ ഇവൻ സ്വയം വിചാരിക്കണ ഇവനെ ഓർക്കാത്ത ഇന്ത്യയിൽ തന്നെ ആരും ഇല്ല എന്നുള്ളതാ. എന്നിട്ടൊരു പാർട്ടിയിലേക്ക് പോയിട്ട് അങ്ങോട്ട് ഓഫർ ചെയ്തിട്ട് സീറ്റ് ചോദിച്ചപ്പോൾ ഓര് കൊടുക്കാന്നും പറഞ്ഞു. ആ വാക്കും കേട്ടിട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ മത്സരിക്കുകയാണെന്നും പറഞ്ഞിട്ട് ഓൻ തന്നെ സ്വയം അങ്ങോട്ട് തീരുമാനിച്ചു. അവസാനം സീറ്റ് എവിടെയെന്ന് ചോദിച്ചു ചെന്നപ്പോഴാണ് എൻ്റെ കാര്യം മറന്നുകൊണ്ട് കുട്ടിയെ നമുക്ക് നോക്കാറുണ്ട് തൃക്കാക്കരയിൽ കൊടുത്തിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നീ ലളിതമായിട്ട് കടന്ന് വെളുപ്പിക്കുന്നത്. ഇതൊന്ന് കേട്ടോക്കാം. ഒരു സ്ഥാനാർത്ഥിക്ക് ഇപ്പം തൃപ്പൂണിത്തുറയിൽ അഞ്ജലിയോട് ഞാൻ തമാശയ്ക്ക് ഞാൻ വിളിച്ചു ചോദിച്ചു, അഞ്ജലി എനിക്ക് പൈസയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ? അപ്പൊ അഞ്ജലി, എന്റെ പൊന്നി ചേട്ടാ, നാട് മുഴുവൻ നടന്ന് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഇതാണ്, BJP-യിൽ നിന്ന് പുള്ളിക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് ഞാൻ എന്ന് BJP-യുടെ തന്നെ ചില നേതാക്കന്മാർ മറ്റു പലരോട് പറഞ്ഞതിൽ നിന്നും കാര്യം എനിക്ക് പണം കിട്ടി എന്ന രീതിയിൽ, അതായത് സാബു ജേക്കബിന് പണം കൊടുക്കുമ്പോൾ അത് എനിക്കും കിട്ടുമല്ലോ എന്ന അർത്ഥത്തിൽ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് 5 പൈസ കിട്ടിയില്ല. ഇതെന്താന്ന് വെച്ചാൽ പുറത്ത് നമ്മൾ എവിടെ ചെന്നാലും ഇതിന്റെ ഇടയിലൂടെ ഞാൻ വൈഫിന്റെ കുറെ ഗോൾഡ് കൊണ്ട് വിറ്റു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഞാൻ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ഒരു C-ക്ലാസ് മണ്ഡലത്തിൽ, BJP-യുടെ ഒരു C-ക്ലാസ് മണ്ഡലത്തിൽ, സംഘടനയില്ലാത്തുള്ള മണ്ഡലത്തിൽ ഞാൻ വന്ന് മത്സരിക്കുമ്പോൾ BJP-യുടെ ഒരു A-ക്ലാസ് മണ്ഡലത്തിൽ നിങ്ങൾ ആരെയാണ് മത്സരിപ്പിക്കുന്നത്? നിങ്ങൾ നിലപാടിന്റെ രാജകുമാരനാ, അതുകൊണ്ട് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. അവിടെ കേറിയിട്ട് അതൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടാവും. അത്രയ്ക്ക് സ്നേഹമാണ് ആരോട്? സംഘികളോട്. എനിക്ക് ഗോൾഡ് അടക്കം വിറ്റിക്കൊണ്ട് പെണ്ണുങ്ങളെ ഇപ്പൊ താലിമാല പോലും ഇല്ലാന്ന ചുരുക്കം. എല്ലാം ഒറ്റക്ക് ഉണ്ടാക്കി എന്നിട്ട് ചാണകത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഇട്ടു. ഇപ്പൊ എന്താ അറിയോ? 0. അതായത് ഓല ക്വാളിറ്റിയിലേക്ക് ഇവനണ്ട് എത്തി. ഇപ്പൊ 0 കിടക്കണേ.
അവിടെ കിടക്ക്. സാബു ജേക്കബിനോട് തന്നെയാണ് ഇത് ഞാൻ പറഞ്ഞത്. നിങ്ങളെ ഇതിനകത്ത് വന്ന് വെടിവെച്ച് കൊന്നിട്ട് പുറത്തിറങ്ങി ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമാണ് നിങ്ങൾ ഒരുക്കിയത്. എന്നെ ഇഷ്ടപ്പെട്ട ഒരു ജനതയെ നിങ്ങൾ എന്നെ വെറുപ്പിച്ചു. നിങ്ങൾ എനിക്ക് പറഞ്ഞ വാക്ക് പാലിച്ചില്ല. നിങ്ങൾ എന്നെ പൂർണ്ണ അർത്ഥത്തിൽ ചതിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് തൃക്കാക്കര നമ്മൾ മത്സരിക്കാൻ വന്നു. തൃക്കാക്കര മത്സരിക്കാൻ വരുന്ന സമയത്ത് എന്തുകൊണ്ട് തൃക്കാക്കര മത്സരിച്ചു നിങ്ങൾ ചോദിച്ചാൽ 140 നിയോജക മണ്ഡലങ്ങളുടെ രാഷ്ട്രീയം അതിഭീകരമായി മാധ്യമങ്ങളിൽ ചർച്ച നടക്കുകയാണ്. ഇതിന്റെ ഇടയിലൂടെ ഞാൻ കയറി പറയുകയാണ് എന്നെ സാബു ജേക്കബ് കൊട്ടാരക്കര സീറ്റ് തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും മൈൻഡ് പോലും ചെയ്യത്തില്ല. അവിടെ ഞാനെന്ന് പറയുന്ന വ്യക്തി പരിപൂർണമായും ഇല്ലാതാവും. പിന്നെ ആകെ എൻ്റെ മുന്നിലുള്ള ഓപ്ഷൻ തൃക്കാക്കരയിൽ മത്സരിക്കുക. എനിക്ക് എത്ര വോട്ട് നേടിയെടുക്കാൻ കഴിയും ആ വോട്ട് അവിടെ നേടിയെടുക്കാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച സമയത്ത് ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടില്ല നിങ്ങള്? ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്ത് ഒത്രയും കാലം പറഞ്ഞ തൃക്കാക്കരക്കാർക്ക് വേണ്ടി ഞാൻ ചോദിച്ചു മേടിച്ച സീറ്റാണ് തൃക്കാക്കര. ഇല്ലെങ്കിൽ എന്താ, എനിക്ക് വേറെ നോക്കിക്കൂടാന്നില്ലേ? അപ്പോ അവിടെ എനിക്ക് കുറച്ച് ഉദ്ദേശങ്ങളുണ്ട്. ഇതൊക്കെയാ പറഞ്ഞിരുന്നത്. ഇപ്പൊ പറയണു ഇന്നെ ചതിച്ചതാ, ഓൻ ചതിച്ചതാ, എന്തിന്, എവിടെ ഇല്ലാഞ്ഞിട്ട് അവിടെ തന്നതാണെന്ന്. അപ്പൊ ഇവൻ പറഞ്ഞുണ്ടാക്കിയ നോണ ഇവൻ തന്നെ ഇപ്പൊ പൊളിച്ചു. എപ്പോ? സംഖ്യകളോട് തെറ്റിയപ്പോ. ഇത് ജന്മല്ലേ. ഇപ്പൊ വന്നിട്ട് എന്താ പറയുന്നത്? എന്റേക്ക് ഞാനവിടെ പോയോടുകൂടെ എന്റെ വരുമാനം നിന്നു, എന്നോടുള്ള ബന്ധങ്ങൾ നിന്നു, എന്നെ വിളിക്കാൻ ആരുമില്ലാതെ ആയി മാറി. ഇതെന്താ വിചാരിച്ച സംഖ്യ എന്ന് പറഞ്ഞ സംഖ്യ അന്നും ഇന്നും തന്നെയാണ്. കൂട്ടത്തിൽ കൂട്ടാൻ പറ്റൂല, അടിയിന്ന് കാല് വാരും. അത് ഈ സംഖ്യയായി നിൽക്കുന്നവർക്ക് തന്നെ അറിയാം. ഒട്ടകം ഗോപാലിനൊക്കെ ആ തുടക്കത്തില് മറ്റേ നരേന്ദ്രമോദിയുടെ ഒക്കെ നേരെ മുന്നിലായിരുന്നു. ഇപ്പൊ സ്റ്റേജിന്റെ പിന്നിൽ കൂടി നിൽക്കായക്കൂല ഒട്ടകം ഗോപാലിന്. പിന്നെ ആ വരച്ചും കൊണ്ടുള്ള നമ്മളെ പുകച്ച് പുറത്തേടിക്കുന്ന ആളില്ല. അയാളുടെ അവസ്ഥ എന്താ? ഇപ്പൊ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഏതാ വലിച്ചെങ്കിൽ ആ വലിച്ചത് റൂമിന്റെ ഉള്ളിൽ ഇരുന്ന് തീർത്താൽ മതിയായിരുന്നു. പക്ഷെ ക്യാമറ തുറന്ന അയാൾ അങ്ങോട്ട് വിളിച്ചു തുടങ്ങി. ഞാനായിരുന്നെങ്കിൽ അവിടെ എന്ത് ചെയ്യും എന്ന് നിങ്ങൾക്കറിയാമോ? ആദ്യം കർഫ്യൂ പ്രഖ്യാപിക്കും, രണ്ടാമത് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് വിദ്യാർത്ഥികളും നാട്ടുകാരും മുഴുവൻ കേസർ കൊടുത്തപ്പോൾ ആളെ പേരിൽ കേസെടുത്തു. തിരുവനന്തപുരം സൈബർ സെല്ലാണ് ഇയാളുടെ പേരിൽ കേസെടുത്തിട്ടില്ല. ഇതൊക്കെ എന്നോ ചെയ്യേണ്ടിയിരുന്നു. ഇന്നത്ര നാവ് പോന്തൂലാന്ന്. നമ്മുടെ വിശകലല്ലേ 34 ഈ അടുത്തിടായിട്ട് വരും. ഇപ്പൊ കുറച്ച് കോടതി പണ്ട് പറഞ്ഞതാ പാകത്തിന് മതി എന്നുള്ളത്. അത് കാരണം ഒന്ന് അടങ്ങിയതാ. എന്നാലും ഇടക്കിടക്ക് ഇങ്ങനെ പൊന്തുണ്ട്. പണ്ട് അർജന്റീന മറ്റേ ഹിന്ദുക്കളായിരുന്നു, മറ്റേ അർജന്റീന BJP-ക്കാരായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോഴും അത് കാരണം മെസ്സിക്ക് അടക്കപ്പോ തൊഴിലല്ലാതായിക്കണു. മെസ്സിനെ അങ്ങനെ ട്രോൾ ചെയ്തു ഓരോന്ന് പറ്റിങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞോനാണ് നാറും. അതിന്റെ അവസ്ഥ. ഈ 2020 മത്സരിച്ചിട്ട് ഇന്ത്യ രക്ഷിക്കാൻ വന്ന പല ആളുകളും ഇപ്പോ എയറിലെന്നും പറഞ്ഞപ്പോ ഒരു അമ്മായത്തെ എയറില മെഴുക കടന്നിട്ട്. ഞങ്ങൾക്ക് ഇപ്പൊ ജസ്റ്റ് ഒരാളെ കാണിച്ചു തരാം, ഒന്ന് കണ്ടോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഒരുപാട് പേര് പറയുന്നതായിട്ട് ഞാൻ കണ്ടു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു വർഗീയവാദിയാണെന്ന്. ഒരുപാട് കമന്റ്സിൽ കണ്ടു ഞാനൊരു വർഗീയവാദിയാണെന്ന്. എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കേണ്ട ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഞാൻ ഇതുവരെ എവിടെയെങ്കിലും വർഗീയത പറയുന്നതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിനെ പുകഴ്ത്തി പറയുന്നതായിട്ടോ നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? 7-8 വർഷം ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. എന്റെ മുന്നിൽ വന്നിരുന്ന ഒരു പേഷ്യന്റിനെയും അവരുടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ട്രീറ്റ് ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ രാജ്യത്തിന്റെ നല്ലതിനു വേണ്ടി എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അതാണ് രാഷ്ട്രീയം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതുവരെയും വർഗീയത പറഞ്ഞിട്ടുമില്ല, ഇനി അങ്ങോട്ട് പറയത്തുമില്ല. അതായത് ഓൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓനിക്ക് ഇതിനെ കുറിച്ചിട്ട് ഒരു ധാരണയില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല പണ്ട് ഗാന്ധിജി എങ്ങനെ മരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ അടിച്ചിട്ടാണെന്ന് പറയില്ലേ, ആ ടീമുകളെ പിന്നാലെ പോയിട്ടാ പറയണത്. ഞാൻ അങ്ങനത്തെ ഒരാളും അല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. എൻ്റെ അടുത്തേക്ക് എത്രങ്ങാനും പേഷ്യന്റ് വരും, ഞാൻ അവളൊന്നും അങ്ങനെ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. സത്യക്കാരൻ കേട്ടോ. ഈ പാർട്ടിയിൽ പോയിരുന്നിട്ട് ഇത്രയും രാജ്യസ്നേഹം നാട്ടുകാരെ സ്നേഹിക്കുന്ന വേറൊരു മനുഷ്യൻ ഉണ്ടാവൂല. ഇവൻ വിചാരിച്ച എന്താ അറിയോ, ബിഗ് ബോസിലേക്ക് കയറിയ പോലെ തന്നെ എല്ലാവരും SMS വഴിയാണ് വോട്ട് ചെയ്യിപ്പിക്കണതും ജയിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് ചെന്നതാ. ഇപ്പൊ 4 ദിവസം മുമ്പ് ഇതൊക്കെ പറഞ്ഞിട്ടില്ല അതൊക്കെ തൊള്ളല്ലേ, അതും ഫുൾ എയർ പോയി. വല്ലാത്തൊരു ചെങ്ങായി. ഇവറ്റക്കൊക്കെ നമ്മളൊക്കെ ബുദ്ധി ഉണ്ടെന്ന് വിചാരിക്കൂലേ, ഇവറ്റൊക്കെയാണ് ഏറ്റവും വലിയ മന്ദബുദ്ധികൾ. അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ 2-3 അതായത് എനിക്ക് സീറ്റ് വേണോ വെച്ചിട്ട് NDA-ക്കാര് എങ്ങനെ ഓഫർ അടക്കം ക്യാഷ് ഓഫർ അടക്കം ചെയ്തിട്ട് പുച്ഛിച്ച് തള്ളി ഓനെ. അതാണ് മാരാർ, അതാവണടാ മാരാർ. ഇനി ഇതൊന്നുമല്ല, മറ്റേ ക്യാപ്റ്റൻ രാജു പറയണ മാതിരി ഈ വണ്ടി തള്ളാൻ വേറെ 2 സഹായം ഞങ്ങൾക്ക് വേണ്ടാന്ന്. ഇതും കൂടി കേട്ടോക്കാം. ഒന്ന്, ഞാൻ വന്നതിന് ശേഷം കുറെ സ്ഥാനാർത്ഥികളെ ഇവർ പ്രഖ്യാപിച്ചു. ഒരു രാഷ്ട്രീയവും അറിയാത്ത, നിലവിൽ രാഷ്ട്രീയമായിട്ട് കേരളത്തിൽ ഒരു ഇടപെടൽ പോലും നടത്തിയിട്ടില്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്നപ്പോൾ തന്നെ ആദ്യം അവിടെ നാണം കിട്ടും. കാര്യം പലരും പറഞ്ഞു അഖിലൊക്കെ 2020 വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തോന്നി കൊള്ളാം, എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ അവർ ചെയ്യാൻ പോകുന്നു. പിന്നീട് ആ സമയത്ത് വന്ന ചില കാൻഡിഡേറ്റ് പട്ടിക നിങ്ങൾ കേട്ട് കാണും.
വോട്ടർപട്ടികയിൽ പോലും പേരില്ലാത്തവർ, കേരളത്തിൽ ഇന്ന് വരെ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ലാത്തവർ, ഒരു എവിടെ ആയിക്കോട്ടെ, കേന്ദ്രത്തിനെതിരെ ആയിക്കോട്ടെ, സംസ്ഥാനത്തിനെതിരെ ആയിക്കോട്ടെ, ഒരു രാഷ്ട്രീയ അഭിപ്രായ പ്രകടനം പോലും നടത്താത്ത ആൾക്കാരെ ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവന്ന് കാൻഡിഡേറ്റ് ആക്കി. അപ്പോൾ ഇവരുടെ ഉദ്ദേശം രാഷ്ട്രീയമല്ല, എങ്ങനെങ്കിലും ഏതെങ്കിലും സ്ഥാനാർത്ഥികളെ എവിടെയെങ്കിലും ഒക്കെ ഇട്ട് മത്സരിപ്പിച്ച് BJP-യിൽ നിന്ന് ഫണ്ട് വാങ്ങുക. ആ ഉദ്ദേശം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കണേ. എനിക്ക് രാഷ്ട്രീയ ഉദ്ദേശമല്ല, രാഷ്ട്രീയമൊന്നും ഒരു രാഷ്ട്രീയത്തിനെ കുറിച്ച് അറിവില്ലാത്ത ആളുകളെ കൊടുത്ത് മത്സരിപ്പിച്ചിട്ട് സീറ്റുകൾ ഉണ്ടാക്കുകയാണ് എന്നുള്ളത് ആയിരുന്നു BJP-യുടെ ഉദ്ദേശം. അല്ലാതെ യഥാർത്ഥ രാഷ്ട്രീയക്കാരല്ലോ ഒരു കൊടുത്തിക്കണേ. വന്നിട്ട് പറയണിപ്പോ എങ്ങനെ തോറ്റപ്പോ സംഖ്യകൾ തിരിഞ്ഞോക്കിയതായപ്പോ സ്റ്റെപ്പായിട്ട് സംഖ്യകളെ കുറ്റം പറഞ്ഞ് കയറാനുള്ള പരിപാടിയാ ഇനി അടുത്ത എന്താന്നുള്ളത്. അവിടെ നിൽക്ക്. കുറെ ആളുകൾ അച്ഛനാണ് മോഡി, അമ്മാവനാണ് മോഡി, പെണ്ണുങ്ങൾക്ക് സംരക്ഷണം ചെയ്യുന്നവനാണ് മോഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒലിപ്പായിരുന്നു ലക്ഷ്യം പോലെ ഒന്നും കാണാൻ തന്നെയല്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഓണിക്ക് എങ്ങനെയാലും തടിവ് വരണം, അതിന് വേണ്ടി വെളുപ്പിക്കാൻ വന്ന് നിൽക്കുക. കേട്ടോളി, കേൾക്കല്ലാതെ വേറെ ഒരു വയ്യും ഇല്ല. അത് പോട്ടെന്നാ, ശരി. ഓന്ത് ഗോപാല.